എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. റേഷൻ കാർഡ് ഉള്ളവർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. മുൻഗണനാ വിഭാഗം റേഷൻ കാർഡിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പരിഷ്കരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് അരിവിഹിതത്തിൽ മാറ്റം വരികയാണ്. ഇപ്പോൾ ഈ മാസത്തിൽ നീല റേഷൻ കാർഡുള്ളവർക്ക് അധിക വിഹിതമായിട്ട് ഗോതമ്പ് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ഇപ്പോൾ BPL റേഷൻ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ നൽകാം. അപ്പൊ ഈ എല്ലാ അറിയിപ്പുകളും ഉണ്ട്. പുതിയ റേഷൻ അറിയിപ്പുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്, നിലവിൽ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സ്വന്തമായി ആവശ്യത്തിനുള്ള ചെറിയ കാറാണ് എങ്കിൽ പോലും 4 ചക്ര വാഹനം, 1 ഏക്കറിലധികം ഭൂമി ഉള്ളവർക്കൊന്നും BPL റേഷൻ കാർഡിന് അർഹതയില്ല. എന്നാൽ അതിൽ നിന്നൊരു മാറ്റം വരികയാണ്. കുറച്ചുകൂടി വലിയ വീടുള്ളവർക്കും BPL റേഷൻ കാർഡ് ലഭിക്കും എന്നുള്ളതാണ് പുതിയ സർക്കാരിന്റെ തീരുമാനം. 2017 സർക്കാർ തീരുമാനിച്ചിട്ടുള്ള നിയമം സംസ്ഥാന സർക്കാർ പരിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി സിവിൽ സപ്ലൈസ് മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിലെ 1000 സ്ക്വയർ ഫീറ്റിന് പകരം 1200 അല്ലെങ്കിൽ 1250 സ്ക്വയർ ഫീറ്റ് പരിധി നിശ്ചയിക്കാനാണ് ആലോചിക്കുന്നത്. കൃത്യമായിട്ടുള്ള വിവരം, അത് കൃത്യമായിട്ടുള്ള കണക്ക് അത് സർക്കാരിന്റെ സർക്കുലർ ഇറങ്ങുമ്പോഴോ ഉത്തരവ് ഇറങ്ങുമ്പോഴോ അറിയുകയുള്ളൂ. എന്തായാലും 1000 എന്നുള്ളത് 1200 1250 ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്വന്തമായി ആവശ്യത്തിനുള്ള വാഹനം, ഏറ്റവും ചെറിയ കാർ 800cc വരെയുള്ള കാറുകൾ ഇതിൽ ഉൾപ്പെടുത്തും. അതായത് 800cc വരെ കാർഡുള്ളവർക്കും ഇനി BPL റേഷൻ കാർഡ് ലഭിച്ചേക്കും എന്നുള്ളതാണ് വിവരം. അത് ഒരു ഇളവായി പ്രഖ്യാപിക്കാനാണ് തീരുമാനം. പ്രായമായിട്ടുള്ള രോഗികളായിട്ടുള്ള ആളുകൾ, ഭിന്നശേഷിക്കാരൊക്കെ കൊണ്ടുപോകാൻ നിർബന്ധമായിട്ടും കാർ ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് നിലവിൽ BPL റേഷൻ കാർഡ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. വീടിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഒരു 2-3 മക്കൾ ഉള്ളവർക്ക് ചെറിയ വീട് കയറ്റിയാൽ വലിയ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യമുണ്ട്. വീടിന്റെ സൗകര്യം, അതായത് വീട് 1000 സ്ക്വയർ ഫീറ്റിന്റെ വീടിന്റെ സ്ഥിതിയും അതിലുള്ള ജീവിതവും പരിതാപകരമായിരിക്കും. എന്നിട്ട് പോലും BPL റേഷൻ കാർഡിന് അർഹതയില്ലാത്ത സ്ഥിതി നമ്മുടെ നാട്ടിലുണ്ട്. അതിലൊരു മാറ്റവും വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ കഴിയുന്നത്. 1 ഏക്കറിലധികം ഭൂമി തരിശായതോ കൃഷിയോഗ്യമല്ലാത്തതോ ആയതാണ് എങ്കിൽ അവർക്കും BPL റേഷൻ കാർഡ് അനുവദിച്ചേക്കും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇപ്പോൾ BPL റേഷൻ കാർഡിന് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത, അതായത് നിലവിലെ ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടാത്ത നീല വെള്ള റേഷൻ കാർഡുള്ളവർക്ക് അപേക്ഷിക്കാം. നിലവിലെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ 1000 സ്ക്വയർ ഫീറ്റ് വീട്, കാറിന് സ്വന്തമായ ആവശ്യത്തിന് കാർ ഉണ്ടാവാൻ പാടില്ല, 1 ഏക്കറിലധികം ഭൂമി ഉണ്ടാവാൻ പാടില്ല. അതിൽ മാറ്റം വരുമെന്നാണ് നേരത്തെ പറഞ്ഞത്. പക്ഷെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് അർഹതയുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം എന്നുള്ളതാണ്. ഒഴിവുകൾ കൂടുതലാണ്. അപ്പോൾ 17-ാം തീയതി വരെയാണ് അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് കഴിയുക. അപ്പോൾ അർഹതയുള്ളവർ സിറ്റിസൺ ലോഗിൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. തദ്ദേശ സ്ഥാപന സെക്രട്ടറി നൽകുന്ന BPL സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ BPL റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ വേഗത്തിൽ കഴിയും എന്നുള്ളതും, അതുകൊണ്ട് തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇതിന് അപേക്ഷിച്ച് അത് അർഹത ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കും അത് കിട്ടുന്നവർക്കും BPL ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ വേഗത്തിൽ കഴിയുന്നതാണ്. നമുക്കറിയാം, സൗജന്യ അരി മാത്രമല്ല, മറ്റ് സഹായങ്ങൾ, സൗജന്യ വിദ്യാഭ്യാസം, ചികിത്സ, സ്കോളർഷിപ്പ് ആനുകൂല്യം, മറ്റ് സഹായങ്ങളെല്ലാം ഈ ഒരു BPL റേഷൻ കാർഡ് ഉണ്ട് എങ്കിൽ വേഗത്തിൽ ലഭ്യമാവാൻ സഹായിക്കുന്നതാണ്. പഞ്ചായത്ത് ആനുകൂല്യങ്ങളും BPL റേഷൻ കാർഡുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ BPL റേഷൻ കാർഡ് കിട്ടുന്നത് വളരെയധികം ഗുണകരമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഞ്ഞ റേഷൻ കാർഡുള്ളവർക്ക് അരിവിഹിതത്തിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്താൻ തീരുമാനിച്ചു. 2012 അന്നത്തെ മൻമോഹൻ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള 35 കിലോ ഭക്ഷ്യധാന്യമാണ് നിലവിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. അന്ത്യോദയ അന്ന യോജന മഞ്ഞ റേഷൻ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 7 കിലോ ഭക്ഷ്യധാന്യമാക്കി നൽകാനാണ് തീരുമാനിക്കുന്നത്. നിലവിൽ 2 അംഗങ്ങളാണ് എങ്കിൽ പോലും 35 കിലോ ഭക്ഷ്യധാന്യം ലഭിച്ചിരുന്നു. നമ്മുടെ സംസ്ഥാനത്ത് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും 2 ആട്ടയുമാണ് ലഭിക്കുന്നത്. അതിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് 7 കിലോ ഭക്ഷ്യധാന്യമാണ് ലഭിക്കുക. അങ്ങനെയെങ്കിൽ 2 അംഗങ്ങളാണ് എങ്കിൽ 14 കിലോ ആണ് ലഭിക്കുക. ഇനി എത്ര അംഗങ്ങൾ ഉണ്ട് എങ്കിലും 35-ന് മുകളിൽ ലഭിക്കില്ല എന്നുള്ളതും ഈ ഒരു നിയമത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം വരുന്നുണ്ട്. പിന്നെ നിലവിലുള്ള റേഷൻ വിതരണം ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. നീല റേഷൻ കാർഡ് അധികമായിട്ട് ഇപ്പോൾ ഗോതമ്പ് 3 കിലോ 8 രൂപ 70 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. ബാക്കിയുള്ള വിഹിതം എന്തെല്ലാം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.